ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വലുപ്പത്തിലുള്ള 3 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട, നൈസായിട്ട് എടുത്താൽ മതി കേട്ടോ. കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ അതും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു ചെറിയ സവോളയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടി ഇത് പൊട്ടി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. സവോള ചേർത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള അത്യാവശ്യം ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുരുമുളക് പൊടി ചേർക്കുന്നതിനനുസരിച്ച് ഒന്ന് ബാലൻസ് ചെയ്തോളൂ കേട്ടോ. കുരുമുളക് പൊടി ചേർക്കാൻ മറക്കരുത്, ഒരു പ്രത്യേക സ്വാദാണ് അങ്ങനെ ചേർക്കുമ്പോൾ. എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ല വലിയ ഒരു തക്കാളി, ചെറുതാണെങ്കിൽ ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എണ്ണം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ, കളറൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ആവും, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ആ കറയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കോളും. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. സവോളയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അല്ലാതെ നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഒരു മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വാടണം നമ്മുടെ വഴുതനങ്ങ. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിതുപോലെ ഒത്തിരി നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ, പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കുരുമുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ആദ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്ത് ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കണം. എരിവൊക്കെ നന്നായിട്ട് പിടിക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തക്കാളിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത്, പുളി കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു സമയത്ത് നല്ല ഒരു പിടി തേങ്ങ എടുക്കുക. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, ഈ തേങ്ങ മാത്രം അരച്ച് കൊണ്ടുവരികയാണ്.
വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വരുന്ന ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ മാത്രമേ ഉള്ളൂ, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം എടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു പിരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. അത്യാവശ്യം ഒന്ന് തിളയ്ക്കുക, അത്രയും മതിയാവും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിള വരുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വഴുതനങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് വഴുതനങ്ങ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വഴുതനങ്ങ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡറോ അങ്ങനെ എന്തായാലും മതി കേട്ടോ. 1/2 ടീസ്പൂണിൽ താഴെ മതിയാവും. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്, കാരണം നമ്മൾ തേങ്ങയും കൂടെ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കാക്കി എടുക്കരുത്. ഇരിക്കുമ്പം കുറുകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് തിളപ്പിക്കാൻ. എന്നിട്ട് ഒന്ന് തിളച്ച് ഇത്തിരി നേരം ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഇട്ടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഒരു പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഓപ്ഷണലാണ്, പക്ഷേ ഈ ചെറിയുള്ളി വറുത്ത് ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. നമ്മൾ ഓൾറെഡി കടുകിട്ടിട്ടാണ് താളിച്ചത്. അപ്പോൾ താളിച്ച് വെച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ 2 വറ്റൽമുളക് കൂടി ഇട്ട് കടുക് വറുത്തെടുത്താലും മതി. ഈ ചെറിയുള്ളി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ കടുക് വറുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ കുറച്ച് ഉള്ളി വറുത്ത് ചേർത്താൽ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.